ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. കേരളത്തിലേക്കുള്ള വർഷങ്ങൾക്ക് ശേഷമുള്ള വിജയുടെ വരവ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ഇളക്കി മറിക്കുന്നൊരു കാഴ്ചയാണല്ലോ നാം കണ്ടത്. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സിനിമയുടെ ക്ലൈമാക്സ് രംഗ ചിത്രീകരണത്തിനായിട്ടാണ് വിജയ് തിരുവനന്തപുരത്തെ കാര്യവട്ടം സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ ദിവസം ഷൂട്ടിങ്ങിനായിട്ട് എത്തിയത്. ഗോട്ടിന്റെ ചിത്രീകരണം എല്ലാ ദിവസവും സ്റ്റേഡിയത്തിൽ വൈകിട്ട് 6 മണി മുതൽ ആരംഭിച്ച് ഒപ്പം തന്നെ അടുത്ത ദിവസം രാവിലെ 6 മണിയോടെ പൂർത്തിയാക്കുന്ന രീതിയിലാണ് ചിത്രീകരണം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ വിജയുടെ കേരളത്തിലേക്കുള്ള വരവിന് തൊട്ട് പിന്നാലെ മറ്റൊരു തമിഴ് സൂപ്പർ താരം കൂടി കേരളത്തിലേക്ക് നാളെ എത്തുന്നു എന്നറിയാനായിട്ട് കഴിയുന്നു. അത് സാക്ഷാൽ രജനീകാന്താണ്. നേരത്തെ വേട്ടയ്യൻ എന്ന സിനിമയുടെ ചിത്രീകരണം ഒക്ടോബർ മാസം ഒരു ഷെഡ്യൂൾ കേരളത്തിലുണ്ടായിരുന്നു. ഇപ്പോഴത് അതിന് പിന്നാലെ വീണ്ടും 2 ആഴ്ച ചിത്രീകരണത്തിനായിട്ടാണ് നാളെ തിരുവനന്തപുരത്ത് തന്നെ രജനീകാന്ത് എത്തുന്നത്. വിജയ് താമസിക്കുന്ന അതേ ഹോട്ടലിൽ തന്നെയാണ് രജനീകാന്തും താമസിക്കുക എന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. എന്തായാലും ഇരുവരും ഒന്നിച്ചുള്ള ചിത്രമെല്ലാം തന്നെ നാളെ അതല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. രജനീകാന്ത്, അമിതാഭ് ബച്ചൻ, മഞ്ജു വാര്യർ, ഫഹദ് ഫാസിൽ, റാണ ദഗുബട്ടി തുടങ്ങി നിറയെ താരനിരയുള്ള സിനിമ കൂടിയാണ് വേട്ടയ്യൻ. സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട് നമുക്ക് കാത്തിരിക്കാം. മോളിവുഡിൽ നിന്നും ഒരു വമ്പൻ സിനിമയുടെ ഏറ്റവും പുതിയൊരു വമ്പൻ കാസ്റ്റിന്റെ അപ്ഡേറ്റ് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. മമ്മൂട്ടിയുടെ അടുത്ത വമ്പൻ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ അടുത്ത മാസം ഏപ്രിൽ മാസം ഷൂട്ടിംഗ് ആരംഭിക്കാനായിട്ടിരിക്കുന്ന മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത മമ്മൂട്ടിയോടൊപ്പം ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയവർ പ്രധാന റോളിലെത്തുന്ന ഇനിയും പേരിട്ടിട്ടില്ലാത്ത സിനിമ. ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രഖ്യാപനമെല്ലാം തന്നെ ഇപ്പോഴത്തെ അണിയറയിൽ ഒരുങ്ങവേ സിനിമയുടെ അടുത്തൊരു വമ്പൻ കാസ്റ്റ് അപ്ഡേറ്റ് കൂടിയാണ് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുന്നത്. അത് സുരേഷ് ഗോപി സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട റോളിലെത്തുന്നു എന്നൊരു അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. കാമിയോ അതല്ലെങ്കിൽ എക്സ്റ്റൻഡഡ് കാമിയോ റോളിലാണ് സുരേഷ് ഗോപി സിനിമയിൽ എത്തുക എന്നാണ് നിലവിൽ ഏറെക്കുറെ ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നത്. നേരത്തെ സിനിമയിൽ കമൽഹാസൻ കൂടി ഒരു പ്രധാനപ്പെട്ട റോളിലെത്തിക്കുമെന്ന് റൂമറുകൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ കമൽഹാസൻ ഡേറ്റ് ഇഷ്യൂസ് കാരണം സിനിമയിൽ നിന്നും പിന്മാറിയിട്ടുണ്ടാകാം. ആ റോളിലേക്കായിരിക്കാം ഒരുപക്ഷെ സുരേഷ് ഗോപിയെ നിലവിൽ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ലഭ്യമാക്കുകയാണെങ്കിൽ ബോക്സ് ഓഫീസിൽ വൻ തരംഗമാകാൻ പോകുന്ന അടുത്തൊരു വമ്പൻ മൾട്ടി സ്റ്റാർ ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ട് മലയാളത്തിൽ നിന്നുള്ള ഈ ചിത്രം മാറാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. ഒപ്പം മമ്മൂട്ടിയും ഒപ്പം തന്നെ സുരേഷ് ഗോപിയും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ 10 വർഷത്തിന് ശേഷം ഒരുമിക്കുന്ന ഒരു മലയാളം സിനിമ കൂടിയായിരിക്കും മഹേഷ് നാരായണൻ സിനിമ. കാത്തിരിക്കൂ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ കേട്ട്.